രമേശ് ചേട്ടാ, ഞാൻ രമേശ് ചേട്ടന് ഒരു വാക്ക് തരാം. എന്താണ്? ഈ ലോകത്തിലുള്ള എല്ലാ ചെളി കോമഡികളും ഞാൻ രമേശ് ചേട്ടനായി കൊണ്ടുവന്ന് തരും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലോജിക്, ഓൾ അബൌട്ട് കോമിക്. നമസ്കാരം, മൈ നെയിം ഈസ് ജോസ് ദശരംഗ്ലീസി, JOSC. നമുക്ക് എല്ലാവർക്കും ഓരോ ലഹരികളുണ്ടായിരിക്കുമല്ലോ. ചിലവരെ ലഹരി എന്ന് പറയുന്നത് ഫുഡായിരിക്കും, ചിലർക്ക് ഫുട്ബോൾ ആയിരിക്കും, ചിലർക്ക് യാത്രകളായിരിക്കും. ഈ ഷോയുടെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടർ ഹരിച്ചേട്ടനാണ്. പക്ഷെ ഇപ്പത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് പാരസെറ്റമോളാണ്. ഡെയിലി ഒരെണ്ണെങ്കിലും കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. മരുന്ന് പോലെ ഫുഡ് അടിക്കുന്നതാണ് കൊറോണയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ഫുഡ് അടിക്കുന്ന പോലെയാണ് മരുന്ന് കഴിക്കുന്നത്. ചിലവരൊക്കെ ഉണ്ടല്ലോ പോളോ വാങ്ങി കഴിക്കുന്നത് പോലെ ഡോളോ വാങ്ങി കഴിക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് കാമുകിക്ക് ജോളോ ചിപ്പ് വാങ്ങിക്കൊടുത്തൊരു കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. ലിപ് ലോക്ക് അടിച്ചപ്പോൾ വായിൽ നിന്നും ഹാൻഡ്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളവനെ ബ്രേക്കപ്പ് ചെയ്യായിരുന്നു. ലിപ് ലോക്ക് എന്ന് പറയുന്നത് ഒരു ഫാഷനാണ്, കവിൾ കിസ് എന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. പക്ഷെ ഇത് രണ്ടും എനിക്ക് എപ്പോഴും വെറും ഇമാജിനേഷൻ മാത്രമാണ്, ഇമോഷണൽ ഡാമേജ്. വായിൽ നിന്ന് തുപ്പൽ വരണേട്ടം കൂടുതലാണ് എനിക്ക് തപ്പൽ വരാറ്. നിനക്കൊന്ന് പല്ല് തേച്ചതിന് ശേഷം നാക്ക് ഓടിച്ചുറാന്ന് എൻ്റെ അമ്മ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പല്ല് തേച്ചാലല്ലേ നാക്ക് ഓടിക്കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പല്ലേപ്പും കുളിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരാളെ ഓർമ്മ വന്നത്. ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട്. അയ്യോ അതല്ല, എനിക്കൊരു പെൺസുഹൃത്തിന് നാട്ടാ പറഞ്ഞ. ഇക്കൊല്ലം വർഷക്കാലത്ത് പെയ്യാനുള്ള മഴ അവള് കുളിക്കാതെ ശേഖരിച്ച് വെച്ച വെള്ളം കൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് വിശ്വസിച്ചു പോകും. കാരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഷീസ് മൈ ATM, നോട്ട് ഓൾ ടൈം മണി, ഓൾ ടൈം മണ്ടത്തരം. അവളെന്ന് പറയുന്നത് സ്വയം പ്രഖ്യാപിത ഇൻസ്റ്റാ റീൽ ക്യൂനാണ് കേട്ടാ. അവൾ ഇൻസ്റ്റയിൽ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഇതിലൊന്നും അവളുടെ ഫേസ് ഉണ്ടാവില്ല, ഫുള്ള് ഫിൽട്ടർ ആയിരിക്കും. ഇവര് ഇൻസ്റ്റാ റീൽസിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ലിപ്സിംഗ് ആണ്. പക്ഷെ ഇവളുടെ വീഡിയോയിൽ ലിപ്സിംഗ് ഉണ്ടോ നോക്കണതും പാലരോട്ടം പാലത്തില് കമ്പി ഉണ്ടോ ചെക്കുന്നത് ഒരുപോലെ ആയിരിക്കും. കാരണം രണ്ടിലും കാണത്തില്ല. ട്രെയിനിന്റെ സ്പീഡിൽ അവിടെ ഓഡിയോ ഉണ്ടാവുക, പക്ഷെ അവളുടെ ലിപ്സിംഗ് എന്ന് പറയുന്നത് ആമഴണ പോലെ ആയിരിക്കും. ഇവളുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് ഓവർലോഡാണ്. ഈ അടുത്ത് നമ്മുടെ മദേഴ്സ് ഡേ വന്നുല്ലോ, ആ കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇവള് അമ്മേ എന്ന് നീട്ടി വിളിക്കാറുള്ളത്. ആ അമ്മേനെയും വിളിച്ചിട്ട് ഇവള് വീടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അമ്മയും വീടും അവളേക്കായിട്ടൊരു സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടു. ദിസ് ഈസ് മൈ സ്വർഗം, ഷീസ് മൈ ക്യൂൻ എന്ന് പറഞ്ഞിട്ട്. അമ്മ പറഞ്ഞേ, എടേ അമ്മയ്ക്ക് തീരെ വയ്യ, അടുക്കളയിലൊന്നും ഞാൻ അമ്മേനെ സഹായിക്കുമെന്ന്. അപ്പൊ അവള് പറയാ, ഹോ എന്ത് നരകമാണ് ഇവിടെ. കുറച്ചു നേരം ദിസ് ഈസ് മൈ സ്വർഗം എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടോളാട്ടാ. ഇമോഷണൽ ഡാമേജ്. ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് കാറ്ററിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എൻ്റെ വർക്കിൻ്റെ പൈസ നേടാന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഗൂഗിൾ പേയുടെ നമ്പർ പറഞ്ഞാൽ അയച്ചാലെന്ന്. അയ്യോ എനിക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പോൾ അവനൊന്ന് പുച്ഛത്തോടെ നോക്കി ചിരിച്ചുട്ടാ. എന്നിട്ട് അവിടെ ഇരിക്കണ ഒരു രാജകൻ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, നീ ആ ചേട്ടനെ കണ്ടാ, ആ ചേട്ടൻ്റെ ഒരു ഗൂഗിൾ പേ ഉണ്ടെന്ന്. ഞാൻ നോക്കി, ആ ചേട്ടൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവനോട് പറഞ്ഞേ, ഡാ എൻ്റെ ആ ചേട്ടൻ്റെ അവസ്ഥയുണ്ടല്ലോ സെയിമാ, പക്ഷെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങണില്ല എന്നുള്ളൂ. ഇമോഷണൽ ഡാമേജ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ രാത്രി മഴ കൊണ്ട് വന്നപ്പോൾ എൻ്റെ ഫോണൊന്നും നനഞ്ഞു. അപ്പോൾ ഫോണിലെ വെള്ളം പോകാൻ എന്താ ചെയ്യാൻ വേണ്ടതെന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അരിയുടെ ഇതിൽ പൂത്തി വെച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അരിയും ബക്കറ്റിൽ പൂത്തി വെച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ കഞ്ഞിങ്കാലത്ത് നിന്ന് ഫോൺ തന്നിട്ട് അമ്മ മാതൃകയായി. ഫോൺ പോയാലെന്താ, നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അമ്മേനൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. മഴ വരണ കണ്ടപ്പോൾ അഴയിൽ ഇറങ്ങണ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ കട്ടുമേ കൊണ്ട് കൂട്ടിയിട്ടു. അപ്പൊ തന്നെ അമ്മ വന്നു. പക്ഷെ പോരാളി എൻ്റെ കാരണം അടിച്ചു പൊളിച്ചു. ഞാൻ ചോദിച്ചു, വൈ ആർ യു ഹിറ്റിംഗ് മമ്മി? അപ്പൊ അമ്മ പറയാ, നീ ഉണങ്ങിയ തുണി നനഞ്ഞ തുണിയും കൂട്ടിയിട്ട് തുണികളൊക്കെ നശിപ്പിക്കോടെ കാലമാടാന്ന്, എനിക്ക് പുതിയത് വാങ്ങി തരുമെന്ന്. ഇമോഷണൽ ഡാമേജ്. അന്നൊക്കെ മനസ്സിലായി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരെയും സഹായിക്കാൻ പോകരുത്. പക്ഷെ ഞാൻ എൻ്റെ അപ്പനും തമ്മിൽ അങ്ങനെയല്ല കേട്ടോ, ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ. ഞാൻ എന്നും IPL ഡ്രീം ഇലവൻ കളിച്ച് പൈസ കളയും, അപ്പനെന്നും ഡെയിലി ലോട്ടറി എടുത്ത് പൈസ കളയും. ഇറ്റ്സ് ഇനഫ്. പക്ഷെ അപ്പനെപ്പോഴും എന്നെ പറ്റി പരാതിയാ, പിന്നെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല എന്ന്. പക്ഷെ അപ്പനറിയില്ല എൻ്റെ ശ്രദ്ധേനെ പറ്റിയിട്ട്. 2 കളറിലെ ടൈൽസ് ഇട്ട തറയുണ്ടല്ലോ, ആ തറയവിടെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഒരേ കളറിലെ ടൈലും കൂടി നടക്കാറ്, വളരെ ശ്രദ്ധാപൂർവ്വം. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി രാവിലെ കോളേജിൽ പോകുന്നുണ്ടോ വരുന്നുണ്ടോ, രാവിലെ പല്ല് വയ്ക്കുന്നുണ്ടോ, ചായ കുടിക്കണ്ടോ, എന്തിന് അവളുടെ വീട്ടുകാരായിട്ടും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവൾ കുളിക്കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് അപ്പം പോലും അറിയാതെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഞാൻ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ വരെ അടിച്ചു മാറ്റാറുള്ളത്. അത് മാത്രമല്ല കേട്ടാ, ഡെയിലി വീട്ടിൽ നിന്ന് 4 നേരം മുടങ്ങാതെ തിന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ എന്നെയാണ് അപ്പം ഇങ്ങനെ പറയണത്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വിഷമമായില്ല. വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു വിലപ്പെട്ട സാധനം മോഷണം പോയിട്ടാ. അയ്യോ എന്നെല്ല മോഷ്ടിച്ചാരും, അല്ല വിലപ്പെട്ട സാധനം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ട് പറഞ്ഞതാ. എന്നിട്ട് പോലീസ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാൻ ഡൗട്ട് ഉണ്ടോന്ന്. അപ്പൊ അപ്പ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഈ ലോകത്ത് എനിക്ക് ഒരാളെ ഡൗട്ടുള്ള സാറായത് ഇവനാന്ന്. റിയാഷൻ മാസിലേ ഞാനും ഉങ്കപ്പുള്ള താനേ എതുക്ക് മറ്റേ ബാഹുബലിനെ പിന്നിന്ന് കട്ടപ്പ കുത്തിയപ്പോ പോലും ബാഹുബലിക്ക് ഇത്രയ്ക്ക് ഹൃദയഭേദകം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇമോഷണൽ ഡാമേജ് ആയി പോയി ഞാൻ.
പക്ഷെ ഞാൻ അപ്പനോട് പരാതി ഒന്നും പറഞ്ഞില്ല കേട്ടാ. വേറെ ഒന്നല്ല, പിറ്റേ ദിവസം എൻ്റെ മൊബൈലിൽ നെറ്റ് കഴിയേ, അപ്പം വേണമല്ലോ റീചാർജ്, അപ്പൻ ഇത് പൈസ ചോദിക്കണല്ലോ. പക്ഷെ ഞാൻ എൻ്റെ ചേട്ടനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊന്നല്ല, ഞങ്ങൾ സംസാരിക്കാറേ ഇല്ല. ചേട്ടനെ കണ്ട അപ്പം ഞാൻ മുങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല, ചേട്ടനെ അപ്പം കണ്ടായിരുന്നു നിനക്ക് വല്ല പണിക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഇമോഷണലി ഡാമേജ് ആക്കി കളയും. എനിക്കത് കേൾക്കണതേ കലിയ. ഒരു ദിവസം ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുമ്പോൾ ചേട്ടനെ കൈയോടെ പിടിച്ചു. ചേട്ടൻ ചോദിച്ചു നിനക്ക് വല്ല പണിക്കുമ്പോൾ മോനേന്ന്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞേ, ചേട്ടാ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയാണ്, ഞാൻ നാളെ സിനിമയിൽ വലിയൊരാളേക്കാം. അപ്പം നിങ്ങൾ പറയും, ഓ അന്ന് നീ വലിയ ആളാവുമെന്ന് എനിക്കറിയാറുന്ന്. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇപ്പോഴാണ് സ്ട്രഗിൾ ചെയ്യണ സമയം എന്ന് പറയണത്. എന്നെ നിങ്ങൾ ഇപ്പോൾ വേണം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചെന്ന് വരും, ജോസിനെ സ്ട്രഗിൾ ചെയ്ത സമയത്ത് ആരായിരുന്നു ജോസിൻ്റെ ബാക്ക് ബോൺ, ആരാണ് ജോസിനെ സപ്പോർട്ട് ചെയ്തതെന്ന്. അപ്പം എനിക്ക് പറയാൻ കഴിയണം അതെൻ്റെ ചേട്ടനായിരുന്നു. എൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനായിരുന്നു എനിക്ക് പറയണം. ഇപ്പോൾ ടോവിനോടെ ചേട്ടനെ പറ്റി എന്താ പറയണേ, ടോവിനോടെ സ്ട്രഗിൾ ചെയ്ത വേണ്ടി ടോവിനോടെ ബാക്ക് ബോൺ എൻ്റെ ചേട്ടനായിരുന്നു. ഇപ്പം ചേട്ടൻ ജനങ്ങളുടെ മനസ്സിൽ ആരാ, കിങ്. എൻ്റെ ചേട്ടന് ജനങ്ങളുടെ മനസ്സിൽ കിങ് ആവണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടനൊരു ലുക്കിയപ്പോൾ ചേട്ടൻ്റെ കണ്ണ് ചെളി വെള്ളം കറിയണ പോലെ കലിയും കിടക്കണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 1000 ഉണ്ടാവും എടുക്കാൻ. അല്ല, വെൻ ഫയറിങ് ദ പൂര വി ആർ കട്ടിങ് ദ വാഴ എന്നാണല്ലോ. അപ്പം തന്നെ ചേട്ടൻ ചോദിച്ചു, എന്തിനാടാ മോനെ 1000 രൂപ? ഞാൻ പറഞ്ഞു, ചേട്ടാ നാളെ ഷൂട്ടിന് പോണേ, അപ്പോൾ ഡയാനേച്ചിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും പ്രൊഡക്ഷനിൽ പൈസ ഇല്ല, അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് 1000 രൂപ വെച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ചേട്ടാ അപ്പം തന്നെ 2000 നോട്ട് എടുത്തേക്ക് തന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്തിനാ 2000 നോട്ട്? ഡയാനേച്ചി കുറച്ച് കൂടുതൽ മേക്കപ്പ് ഇരുന്നോട്ടേന്ന്. സ്നേഹം, വെറും സ്നേഹട്ടാ. ഇമോഷൻ ഡാമേജ് എത്രയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പെങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് കുറച്ച് വിഷമാവില്ല. അപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട്, ഒരു കുട്ടി ഗ്രൂപ്പ്. അവൾക്ക് വാട്ടർ ബോട്ടിൽ വാങ്ങി കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നോട്ട് ദ പോയിന്റ്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാ. ഒരു ദിവസം ഞാൻ ഉമ്മറത്തിരുന്ന് ഇങ്ങനെ മൊബൈൽ കളിക്കുമ്പോൾ അവൾ എൻ്റെ പിന്നുകൂടി ഇങ്ങനെ പമ്മി വന്നിട്ട് ആ വെള്ളം നിറച്ച വാട്ടർ ബോട്ടിൽ എൻ്റെ തലമണ്ടയ്ക്കിട്ട് ഒറ്റ അടിയാ. പകച്ചുപോയി എൻ്റെ തല. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോണ്ട് അവിടെ നിന്ന് കിണിക്കണു. ക്യൂട്ട്നെസ് ഓവർലോഡ്. പെങ്ങളൊന്നും ചിരിക്കുന്നുണ്ട്. എൻ്റെ പെങ്ങൾ ചിരിച്ചുകൊണ്ട് പറയാ, കുട്ടികൾ വാട്ടർ ബോട്ടിലോട് പലതും ചെയ്യും, വെള്ളം കുടിക്കുന്നത് ഒഴിച്ചെന്ന്. ഇമോഷണൽ ഡാമേജ്. പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഇത്രയ്ക്ക് ഫാമിലിനെ മൊത്തം ഇമോഷൻ ഡാമേജ് ആക്കിയിട്ട് ഞാൻ തളരാത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളാണ്. ഷീസ് മൈ ക്യൂൻ, മൈ ഏഞ്ചൽ. ഞങ്ങള് 2 പേരുണ്ടല്ലോ പ്രണയത്തിലാണ്. ഞാൻ അവളെ പ്രണയിക്കുന്നു, അവള് വേറൊരാളെ പ്രണയിക്കുന്നു. ഞാൻ അവളെ 1 സൈഡായിട്ട് പ്രണയിക്കുന്നു, അവള് വേറെ 2 സൈഡായിട്ട് പ്രണയിക്കുന്നു. എനിക്കില്ലാത്ത ഓരോരോ ക്വാളിറ്റിയുടെ രമേശായിട്ട് അവനുള്ളോ. അവന് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല. ഹീസ് എ ജോബ് ഗേ, ഐ ആം ദ ജോബ്ലെസ് ഗേ. അവളെയും കൊണ്ട് മണാലിക്ക് ട്രിപ്പ് പോയി, ഞാനും പോയി ട്രിപ്പ് മൂന്നാർക്ക് KSRTCയിൽ ഒറ്റയ്ക്ക്. പാവങ്ങളുടെ മണാലി. ഇത് നിങ്ങൾക്ക് എന്താ അവളെ കൊണ്ടുപോയത്? വേറെ ഒന്നും ഉണ്ടല്ല, അവളെ കൊണ്ടുപോകാനുള്ള അത്ര പൈസ അപ്പൻ്റെ പോക്കയിൽ ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഞാൻ അവളെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പ്യുവർ ലവ്, എങ്ക പോണാലും നമ്മ ലവ് വെറിത്തനമാർക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ഇവള് തിരിച്ചു വന്നിട്ട് അവൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൂടാ, അവൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞേക്ക് അവസാനം ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, ആടി അവൻ വാങ്ങിയടി, അവൻ്റെ കയ്യിൽ കാശുണ്ട്. അപ്പോൾ അവൾക്ക് തിരിച്ച് മെസ്സേജ് അയച്ചേക്കുക, ആടാ അവൻ്റെ കയ്യിൽ കാശുണ്ട്, അവ 15 കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, നിനക്ക് വല്ല പണിക്കുമ്പോൾ കൂടെയെന്ന്. ഹ്യൂജ് ഇമോഷണൽ ഡാമേജ്. അവളെ കാല് പിടിച്ച് ഞാൻ 100 വട്ടം ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മാൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോലും എൻ്റെ ഹാർട്ട് ഇത്രയ്ക്കും ബ്രോക്കൺ ആയിട്ടില്ല. പക്ഷെ അവളെന്നോട് പണിക്കുവാൻ പറഞ്ഞു. മുതുമുതിക്കായ അമ്മാമ്മ തൊട്ട് അവളൊരെന്നോട് പണിക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു PhD കോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എങ്ങനെ പണിയെടുക്കാതെ ജീവിക്കാം? ഞാനിപ്പോൾ അതിലെ ഗ്രാൻഡ് മാസ്റ്ററാണ്. എൻ്റെ കീഴിൽ ആയിരക്കണക്കിന് യുവാക്കളാണുള്ളത്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണ് കേട്ടോ. ഇതിന് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണമില്ലായ്മ, മാനമില്ലായ്മ, ഉളുപ്പില്ലായ്മ, പിന്നെ തൊഴിലില്ലായ്മ. ഇതിന് ഫീ ഒന്നും വേണ്ട കേട്ടോ. കാരണം ഫീ വേണമെങ്കിൽ നമ്മൾ പണിക്ക് പോകണമല്ലോ. പണിക്ക് പോകണവരെ ഞങ്ങൾ എടുക്കുന്നതല്ല. പിന്നെ നെപ്പോട്ടിസം അത് ഞങ്ങൾ അനുവദിക്കില്ല. എൻ്റെ അപ്പൻ മുതുമടിയനാണെന്ന് വെച്ചിട്ട് ഇത് വന്നിട്ട് കാര്യമില്ല. ഓൺലി മെറിറ്റ്. ഗേൾസിനൊക്കെ ഞങ്ങൾ മുൻഗണന നൽകുന്നുണ്ട്. വേറെ ഒന്നുമല്ല, വെച്ചാൽ ഗേൾസിനെ മുന്നോട്ട് കൊണ്ടുള്ള ഒരു പുരോഗതി ചിന്താഗതി കൊണ്ട് മാത്രമാണ് കേട്ടോ. കമൻറ്റുകളെന്ന മിസ്സേലുകളുടെ നെഞ്ചത്തറച്ച് ഞാൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയില്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ കാണാമെന്ന വിശ്വാസത്തോട് നിർത്തും. നമസ്കാരം. മൈ നെയിം ഈസ് ഇസോ ജോസ്. ഇസ്മായിൽ ഡുവിക്ക് വന്ന ഒരു ബോസ്.